നമസ്തേ. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാളും പല മേഖലകളിലും കേരളം വളരെ മുൻപിലാണ്. കേരളം ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ളതിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ രൂപീകരണത്തിന് മുൻപ് മുതലേ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ നവോത്ഥാനം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നാട്ടുരാജാക്കന്മാരുടെ ഉദാരമായ മനസ്ഥിതി, ഇങ്ങനെ പല പല ഘടകങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരുപാട് സന്നദ്ധ സംഘടനകൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഈ വലിയ നേട്ടങ്ങൾ 1956 കേരളം ഉണ്ടായതിനു ശേഷം മാത്രം ഉണ്ടായതല്ല. പക്ഷേ അതിനുശേഷവും കാലാകാലങ്ങളിൽ വന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കേരളത്തിൽ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു. ഇടതും വലതും സർക്കാരുകൾ ഇവിടെ വന്നു. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഗവൺമെൻറ്റുകളും പല രീതിയിലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയും തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ കുറേയൊക്കെ പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം വച്ചുകൊണ്ട് നമ്മൾ പറയും കേരളം വിദ്യാഭ്യാസത്തിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഒന്നാമതാണ്. കേരളം ആരോഗ്യ പരിപാലനത്തിൽ ഒന്നാമതാണ്. മരണനിരക്ക് വളരെ കുറവാണ്. ശിശുമരണനിരക്ക് വളരെ കുറവാണ്. പൊതുവിലുള്ള മരണനിരക്ക് വളരെ കുറവാണ്. പ്രസവത്തോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുമ്പോഴോ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ആരോഗ്യ സംവിധാനം വളരെ ഭേദമായതുകൊണ്ട് ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. മരണനിരക്കും കുറവാണ്. ആകെ കേരളത്തിൻ്റെ ഒരു പരാധീനതയായിട്ട് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്. ബാക്കി എല്ലാ മേഖലകളിലും കേരളം വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ പിന്നീട് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഈ കാര്യങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളം ദൈവത്തിൻ്റെ നാടാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ ലാൻഡ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഞാൻ ആലോചിക്കുന്നത് കേരളം ഈ ഒരു പദവിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അർഹതയുള്ള ഒരു സംസ്ഥാനമാണോ അല്ലയോ എന്നാണ്. കേരളത്തിൽ ഒരു സമയത്ത് ആരോഗ്യ പരിപാലനത്തകത്ത് ഒരുപാട് നേട്ടങ്ങൾ വന്നു. കോളറയും വസൂരിയും അതുപോലെയുള്ള മന്തും മലമ്പനിയും അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തു. ആരോഗ്യ പരിപാലന നേട്ടങ്ങളുണ്ടായി. ഇന്ന് പക്ഷേ പഴയ അസുഖങ്ങൾ പലതും തിരിച്ചു വരുന്നുണ്ട്, പുതിയ അസുഖങ്ങൾ പലതും വരുന്നുണ്ട്. അന്നില്ലാത്ത അസുഖങ്ങളും വരുന്നുണ്ട്, പുതിയ അസുഖങ്ങളും വരുന്നുണ്ട്. ഈ അസുഖങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം വിജയിക്കുന്നു ഒന്ന്. രണ്ടാമത്, കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളായാലും ഗവൺമെൻറ് ആശുപത്രികളായാലും വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് മറ്റേതൊരു സാധനവും പോലെ കമ്പോളത്തിൽ വിൽക്കുന്ന ഒരു ചരക്കായി മാറിയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തും ഒരു കാലഘട്ടത്തിൽ സർക്കാർ സ്കൂളുകളും സർക്കാർ കോളേജുകളും വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇതൊരു ഗവൺമെൻറ്റിനെയും ക്രിറ്റിസൈസ് ചെയ്യില്ല, സംവിധാനങ്ങളെ ഒന്നും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യില്ല. ഇന്ന് കേരളത്തിൽ മൊത്തത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാനായിട്ട് സർക്കാരായാലും സർക്കാർ ഇതര സ്ഥാപനങ്ങളായാലും മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ ഇതര സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി പഠിക്കാൻ തയ്യാറാകുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ അപജയങ്ങൾ ഉണ്ടായിരിക്കുന്നു, ആരോഗ്യ സംവിധാനത്തിൽ അപജയങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം കൂടുതൽ വളരെ കുറഞ്ഞ ചിലവിലാണ് നേരത്തെ ആരോഗ്യ പരിപാലനം നടന്നിരിക്കുന്നത്, വളരെ കുറഞ്ഞ ചിലവിലാണ് വിദ്യാഭ്യാസം നടന്നിരിക്കുന്നത്. ഇന്ന് അതെല്ലാം വളരെ ഭാരിച്ച ചിലവുള്ള ഓരോ സാധനങ്ങളായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ കാർഷിക രംഗം തകർച്ചയിലാണ്, വ്യവസായങ്ങൾ പലതും തകർച്ചയിലാണ്. ധന ഉൽപ്പാദനത്തിന് സാമ്പത്തിക ക്ഷേമം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ ഉണ്ടായിട്ടുള്ളതിനേക്കാളും പുതിയ പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സമാധാനമായിട്ട് സ്ത്രീകൾക്ക് റോഡിലിറങ്ങി നടക്കാനൊക്കാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു. ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നു, കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, അതുപോലെ ചൂഷണത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, കുടുംബ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. കുടുംബ ആത്മഹത്യകൾ എന്ന് പറയുന്ന പലയിടത്തും ഒരാൾ ബാക്കിയുള്ളവരെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും പുതിയ പ്രശ്നങ്ങൾ പലതും ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളോട് കണ്ണടച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് കേരളം പലതിലും ഒന്നാമതാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഒരു വ്യവസായമായിരുന്നു ടൂറിസം. ആ ടൂറിസം മേഖലയിൽ പോലും നമുക്ക് ഈ അപജയങ്ങളുണ്ടായിട്ടുണ്ട്. കോവിഡാനന്തര കേരളത്തിൽ ടൂറിസം മേഖലയിലും ഒരുപാട് അപജയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേരളം പലതുകൊണ്ടും വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു ഭൂമിയാണ്. പലതുകൊണ്ടും
ലോകത്തെ തന്നെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു ഭൂമിയാണ്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളിലൂടെയും നല്ല രീതിയിലുള്ള സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും കുറേയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റ് നേട്ടങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധമുണ്ടാകണം. ആ നേട്ടങ്ങൾ നഷ്ടപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായി എന്നെന്നും നിലനിൽക്കുകയുള്ളൂ.